നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിൽ ഫ്രണ്ട് പേജ് ആണോ എന്ന് അറിഞ്ഞുകൂടെ, ഡൽഹിയിലെ പല പേപ്പറിലും ഫ്രണ്ട് പേജ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതായത് ഹയസ്റ്റ് റാങ്കിങ് മാവോയിസ്റ്റ് ലീഡർ ദേവുജി സറണ്ടേഴ്സ്. അതിൻ്റെ കൂടെ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ഈ അദ്ദേഹത്തെ കഴിഞ്ഞിട്ട് ഇനി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ CPML മാവോയിസ്റ്റിൽ അവശേഷിക്കുന്നുള്ളൂ. അതായത് CPML മാവോയിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഇല്ലാതാകാൻ പോവുകയാണ് എന്നാണ് എല്ലാ ഇൻഡിക്കേഷനും. സർ, എന്താണ് ഇത് കാണിക്കുന്നത്? അതായത് നമ്മൾക്കൊക്കെ അറിയാം, ഒരു 80s ശേഷം ഞാൻ പഠിക്കുമ്പോൾ ജനകീയ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഹെൽത്ത് സെക്ടറിൻ്റെ ഇഷ്യൂസ് ജനകീയ വിചാരണ നടത്തി, ഡോക്ടർമാരെ ജനകീയ വിചാരണ നടത്തുന്നത് കണ്ട് ആണ് നമ്മൾ വന്നത്. അത് മാവോയിസ്റ്റുകൾ, അന്നത്തെ മാവോയിസ്റ്റുകൾ. പക്ഷേ അതിനുശേഷം മാവോയിസ്റ്റുകൾക്ക് എന്ത് പറ്റി എന്ന് നമ്മളൊക്കെ കണ്ടാണ്. ശ്രീ കെ വേണു, ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ജെയിനിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് 81 സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ എന്താണ് സാർ ഇവർ കാണിക്കുന്നത്? അതായത് കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നവർ എഴുതാനും വായിക്കാനും കണ്ടംപററി റിയാലിറ്റീസ് നേരിട്ട് കണ്ട് അതിനെ അനലൈസ് ചെയ്ത് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. പക്ഷേ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? അത് കേരളത്തിൽ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒരു സായുധ സമരത്തിന്റെ പാതയിലുള്ള മാവോയിസ്റ്റുകൾ അതിന്റെ കുറ്റിയറ്റിട്ട് വർഷങ്ങളായി. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിഴൽ പോലുമുള്ള ഒരു സായുധ സമര പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ 30-40 വർഷമായി ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. കെ വേണുവിന്റെ തലമുറയുടെ 80കളുടെ അവസാനത്തോടുകൂടി കേരളത്തിൽ ആയുധമെടുത്തുള്ള മാവോയിസ്റ്റ് രാഷ്ട്രീയം അവസാനിച്ചു. അപ്പൊ അത് കേരളത്തിലെ പ്രശ്നമല്ല. പക്ഷെ എന്നാൽ 80കൾക്ക് ശേഷവും 90കളുടെ അവസാനവും 2006 വരെ തുടങ്ങിയിട്ട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പോലും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി എന്ന് പറയുന്ന വിധത്തിലുള്ള വ്യാപകമായ ഒരു ഭീഷണിയായിരുന്നു മാവോയിസ്റ്റുകൾ. ഛത്തീസ്ഗഡ് അവിടെയാണ് അതിന്റെ അന്ത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊന്നുമില്ല. കേരളം വാചകമടി മാവോയിസ്റ്റുകൾ മാത്രമേ വർഷങ്ങളായി അവസാനിച്ചിട്ടുള്ളൂ. അവർക്ക് മാവോയിസ്റ്റ് ഒരു വികാരം എന്നുള്ളതിനപ്പുറമൊന്നും മാവോയിസ്റ്റ് സിദ്ധാന്തവും പ്രയോഗവും ഒന്നും കെ വേണു നേരത്തെ വിട്ടു. മറ്റു പലരും പല ഗ്രൂപ്പുകളിലായി 20ഓളം ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാം വല്ലപ്പോഴും സെമിനാർ നടത്തും, വല്ലപ്പോഴും ചിലർ മാസിക നടത്തും. അവർ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു ഇടതുപക്ഷ ഒബ്സർവർ ആണല്ലോ, ഇടതുപക്ഷ പ്രശ്നങ്ങളൊക്കെ വളരെ കുലങ്കഷമായി നോക്കുന്ന ആളാണ്. ഈ ദേവുജിയുടെ ഈ സറണ്ടർ, അദ്ദേഹത്തെ മറ്റു പലരും കൊല്ലപ്പെട്ടു 2-3 വർഷമായിട്ട്. മാത്രമല്ല BJP സർക്കാരിന്റെ ഹോം മിനിസ്റ്റർ പറയുന്നത് ഞങ്ങൾ അവരെ എലിമിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. തീർച്ചയായും സത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു.